ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കടയടച്ച് രാത്രി വീട്ടിലെത്തുന്ന സുധിയെയും ശ്രുതിയെയും ചന്ദ്രമതി ദൃഷ്ടിദോഷം അകറ്റാനായി ആരതി ഒഴിഞ്ഞു സ്വീകരിക്കുന്നുണ്ട്. ആകെ ക്ഷീണിച്ചെന്ന് പറഞ്ഞ് സുധി സോഫയിലേക്ക് കയറി കിടക്കണ കണ്ട് ഒറ്റ ദിവസം കൊണ്ട് മടുത്തോന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് വായിട്ടലച്ചാണ് താൻ ടയേർഡായതെന്ന് ശ്രുതി പറയുമ്പോൾ അതിനല്ലേ കടയിൽ ആളെ വെച്ചിരിക്കുന്നത്, എല്ലാ പണിയും കൂടി നീ ചെയ്യണോ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അവനല്ലേ കടയുടെ ഓണർ, അവൻ പണിയെടുത്താലേ കൂടെയുള്ളവരും ചെയ്യൂ. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ അവന് ക്ഷീണം പിടിച്ചു എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിനെ കുറിച്ച് എന്തറിയാം, നിങ്ങൾ ചെയ്ത ജോലി പോലെയാണോ ഇവൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, വെറുതെ AC റൂമിലിരുന്ന് 4 ഡയലോഗും അടിച്ചു വന്നിട്ടാണോ ക്ഷീണമെന്ന് പറയുന്നത്? അച്ഛൻ അങ്ങനെയായിരുന്നോ വെയിലോ മഴയോ വകവയ്ക്കാതെ ഒരു ദിവസം ലീവ് പോലും എടുക്കാതെ ജോലിക്ക് പോയിരുന്നത്? അദ്ദേഹത്തിനും കാലുവേദനയും നടുവേദനയും എല്ലാം ഉണ്ടായിരുന്നു. ഇതുപോലെ ക്ഷീണം പിടിച്ച് കിടപ്പിലായിരുന്നു. ഇത് കേട്ട് ചെയ്യുന്ന ജോലി കൃത്യമായി സന്തോഷത്തോടെ ചെയ്ത ഒരു ക്ഷീണവും ഉണ്ടാവില്ലെന്ന് രവിയും കൂടി പറയുന്നുണ്ട്. നമ്മൾ ഇഷ്ടത്തോടെ ഒരു ജോലി ചെയ്ത ഒരു ക്ഷീണവും ഉണ്ടാവില്ലെന്ന് രേവതിയും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നമ്മുടെ സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുധിക്കും ഇഷ്ടമുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു, റെസ്റ്റ് എടുത്താൽ അതങ്ങ് റെഡിയായിക്കോളും എന്ന് ശ്രുതി പറയണ കേട്ട് അത് ശരിയാ, ഡ്രസ്സ് മാറി വന്ന് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കെന്നും പറഞ്ഞ് ചന്ദ്ര അവരെ റൂമിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ശ്രുതി ഫ്രഷായി വരുമ്പോഴേക്കും സുധി ക്ഷീണത്തോടെ കട്ടിലിൽ കിടന്ന് ഉറക്കമായിരുന്നു. ഭക്ഷണം കഴിക്കണ്ടേ, പോയി കുളിച്ചു വന്ന് ശ്രുതി വിളിച്ചെങ്കിലും ഒരു 5 മിനിറ്റ് കൂടി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് സുധി വീണ്ടും ഉറങ്ങുന്നുണ്ട്. ചന്ദ്രമതി അവരെ വന്ന് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും തനിക്ക് എണീക്കാൻ വയ്യെന്നും മൊത്തം വേദനയാണെന്നും കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് കഴിക്കാൻ വരാമെന്നും പറഞ്ഞ് ശ്രുതി അവിടെ തന്നെ കിടക്കുക. ചന്ദ്രമതി ഇത് കേട്ട് ശ്രുതിയും വിളിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാനായി പോകുന്നുണ്ട്. ഫുഡ് കഴിച്ചു വരുന്ന ശ്രുതി ക്ഷീണത്തോടെ കിടക്കണ സുധിയെ കണ്ട്, നമ്മൾ ഹാളിലല്ലേ ഇന്ന് കിടക്കേണ്ടത്, സച്ചിയും രേവതിയുമാണ് ഇവിടെ കിടക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിലും താൻ വളരെയധികം ടയേർഡാണെന്നും ഹാളിൽ കിടന്ന ഉറക്കം വരില്ലെന്നും ഒന്ന് ശല്യം ചെയ്യാതിരിക്കുമെന്നും ഒക്കെ പറഞ്ഞ് സുധി വീണ്ടും കിടന്നുറങ്ങുന്നുണ്ട്. ചന്ദ്രമതി അപ്പോഴേക്കും പുറത്ത് വന്ന് സുധിയെ ഫുഡ് കഴിക്കാനായി വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ടയേർഡായോണ്ട് ഉറങ്ങിപ്പോയെന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സച്ചിയാണേൽ മര്യാദയ്ക്ക് അവനോട് ഹാളിൽ വന്ന് കിടക്കാനായി പറയുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ, ശ്രുതി ഹാളിൽ വന്ന് കിടക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശ്രുതി അകത്തേക്ക് പോകുന്നുണ്ട്. റൂമിലെത്തുമ്പോൾ നല്ല ക്ഷീണത്തോടെ തളർന്നു കിടന്നുറങ്ങുന്ന ശ്രുതിയെ നോക്കിക്കൊണ്ട്, നമ്മളെന്തിനാ ഈ റൂമിൽ നിന്ന് പോണത്, ഇവിടെ തന്നെ കിടക്കാമെന്ന് ശ്രുതി തീരുമാനമെടുക്കുന്നുണ്ട്. അവർ പുറത്തിറങ്ങി വരുന്നത് കാണാതെ സച്ചി പോയി വാതിലിൽ മുട്ടി വിളിക്കുന്നുണ്ട്. ശ്രുതി വന്ന് വാതിൽ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങണമെന്ന് സച്ചി പറയുന്നു. അതിന് ഞാൻ എന്ത് വേണം, നിങ്ങൾ പോയി ഉറങ്ങുന്ന ശ്രുതി ദേഷ്യത്തോടെ പറയുമ്പോൾ നീ എന്താ കളിയാക്കുകയാണോന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ശ്രുതി കഠിന അധ്വാനം ചെയ്ത് ക്ഷീണിച്ചു വന്നതാ, ഉറങ്ങിപ്പോയെന്ന് ശ്രുതി പറയുമ്പോൾ വിളിച്ചുണർത്താൻ സച്ചി ആവശ്യപ്പെടുക. ഇത് കണ്ടോണ്ട് അങ്ങോട്ട് വരുന്ന രേവതി, ക്ഷീണം കൊണ്ട് ഉറങ്ങിയതല്ലേ, ഉറക്കമുണർത്തേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഉറങ്ങിയ ആളെ ഞാൻ എങ്ങനെ ഉണർത്താനാ, നിർബന്ധമാണെങ്കിൽ സച്ചി ശ്രുതിയുടെ കൂടെ കിടക്ക്, താനും രേവതിയും കൂടി ഹാളിൽ കിടക്കാമെന്നും ശ്രുതി പറയുന്നുണ്ട്. ദേഷ്യം വരുന്ന സച്ചി അവന് വിളിച്ചുണർത്താനായി ഒച്ച വെക്കണ ശബ്ദം കേട്ട് ചന്ദ്രമതിയും രവീന്ദ്രനും കൂടി റൂമിൽ നിന്നിറങ്ങി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ കാര്യമെന്ന് രവി ചോദിക്കുമ്പോൾ ഇന്ന് ഞങ്ങളല്ലേ ഈ റൂമിൽ കിടക്കേണ്ടത്, നേരത്തെ തന്നെ അവൻ കയറി കിടന്നുറങ്ങി എന്ന് സച്ചി പറയുമ്പോൾ അവൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതാണെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും ക്ഷീണമില്ലെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇന്നൊരു ദിവസം മാത്രം പുറത്ത് കിടന്നാ പോരെ, ഇവൻ പറയുന്നത് കേട്ടിട്ട് നീ മിണ്ടാതെ നിൽക്കുകയാണല്ലേ, മഹാറാണിക്ക് റൂമിലെ കാട്ടിൽ കിടന്നാലേ ഉറക്കം വരൂ എന്ന് രേവതിയോടായി ചന്ദ്ര ചോദിക്കുന്നുണ്ട്. തന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്, താൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെന്ന് രേവതി പറയുമ്പോൾ ഞങ്ങളെന്തിനാ ഹാളിൽ കിടക്കുന്നേ, അച്ചമ്മ പറഞ്ഞതല്ലേ റൂമിൽ കിടക്കാൻ, അച്ഛൻ അച്ചമ്മയെ ഇപ്പോൾ തന്നെ ഫോണിൽ വിളിക്കണമെന്ന് സച്ചി പറയുന്നുണ്ട്. ശ്രുതി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണെന്ന് ശ്രുതി പറയുമ്പോൾ ഇതവൻ്റെ അഭിനയമാണെന്ന് പറഞ്ഞ് ശ്രുതിയോട് എണീറ്റ് പോവാനായി സച്ചി അവിടെ കിടന്ന് ഒച്ച വെക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്, ഇതവൻ്റെ അഭിനയമാണെന്നൊന്നും തോന്നുന്നില്ല, കടയിൽ നിന്ന് വന്നത് ക്ഷീണത്തോടെയായിരുന്നു. ഇന്നൊരു ദിവസത്തേക്ക് സച്ചിയും രേവതിയും കൂടി രവിയുടെയും ചന്ദ്രയുടെയും റൂമിൽ കിടക്കാനായും രവീന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയാണേൽ നമ്മൾ എന്തിനാ ഹാളിൽ കിടക്കുന്നേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഇവർക്കും ജോലിക്ക് പോവാനുള്ളതല്ലേ, നന്നായി ഉറങ്ങണ്ടേന്ന് രവി ചോദിച്ചിട്ട് ഹാളിലേക്ക് കിടക്കാനായി പോവാൻ തുടങ്ങുമ്പോഴേക്കും
ഹാളിൽ നിറയെ പൊടിയാണെന്നും അച്ഛൻ അസുഖമുള്ളതല്ലേ, പൊടി പിടിച്ചാൽ ശരിയാവില്ലെന്നും പറഞ്ഞ് അച്ഛനെ സച്ചി റൂമിലേക്ക് തന്നെ പറഞ്ഞു വിട്ട് രേവതിയെയും കൂട്ടി ടെറസിലേക്ക് കിടക്കാനായി പോകുന്നുണ്ട്. പിന്നീട് വിഷമത്തോടെ ഇരിക്കുന്ന രേവതിയെ കണ്ട് സച്ചി സോറിയെല്ലാം പറയുന്നുണ്ട്. ഇത് രണ്ടുപേരും ഒന്നിച്ചുള്ള പ്ലാനിംഗ് ആണ്. ഇത്ര നാളും ജോലിക്കൊന്നും പോവാതെ AC ചെയറിൽ ഒരു ദിവസം ഇരുന്ന് വന്നപ്പോഴേക്കും ക്ഷീണവും വേദനയുമാണെന്ന് പറഞ്ഞ് അവൻ്റെ ഒരു ഉറക്കം. അച്ഛൻ പറഞ്ഞോണ്ടാ ഞാൻ ക്ഷമിച്ചത്, അല്ലായിരുന്നെങ്കിൽ അവനെ ഞാൻ വലിച്ചു പുറത്തിട്ടേനെ എന്ന് സച്ചി പറയുമ്പോൾ, റൂമില്ലെങ്കിലും ഇതും നല്ല സ്ഥലമല്ലേ, തനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരുമെന്ന് രേവതി പറയുന്നുണ്ട്. നീ എന്നെ സോപ്പിടാനൊന്നും നോക്കണ്ട, അങ്ങനെ വിട്ടു കൊടുത്തിട്ടാ നമ്മൾക്കിപ്പോൾ ഇവിടെ കിടക്കേണ്ടി വന്നത്. ഇതെല്ലാം അവൻ്റെ അഭിനയം തന്നെയാ. അച്ഛമ്മയുടെ വാക്കിന് അവൻ എന്തേലും വില കൽപ്പിച്ചോ? അവനിപ്പോൾ വലിയ ഷോപ്പ് മുതലാളിയായ എൻ്റെ നെകളിപ്പ ശ്രുതി പറയുന്നത് അവൻ കേൾക്കൂ. ന്യായം നമ്മുടെ ഭാഗത്തല്ലേ എന്നൊക്കെ സച്ചി വിഷമത്തോടെ ചോദിക്കുമ്പോൾ, വിഷമിക്കാതെ, ആ റൂമിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഫാൻ മാത്രമല്ലേ കാണൂ, ഇവിടെ കിടന്ന നിലാവും നക്ഷത്രങ്ങളും എല്ലാം കാണാം. റൂമിൽ കിടന്ന ഇതെല്ലാം കാണാൻ കഴിയോ? AC-യുടെ തണുപ്പ് ശരീരത്തിന് അത്ര നല്ലതല്ല. മരച്ചില്ലകൾ തഴുകി വരുന്ന ഈ കാറ്റ് കണ്ടില്ലേ, അത് റൂമിൽ കിട്ടുമോ? എവിടെ കിടന്നാലും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ വേറെന്തു വേണം എന്നൊക്കെ രേവതി സച്ചിയെ ആശ്വസിപ്പിക്കാനായി പറയുന്നുണ്ട്. എനിക്ക് അവനെ പോലെ നല്ല പഠിപ്പോ ജോലിയോ ഒന്നുമില്ല. ഞാനൊരു സാധാരണ ഡ്രൈവറുടെ ഭാര്യയാണെങ്കിലും നിനക്കും ആഗ്രഹമുണ്ടാവില്ലേ ഒരു നല്ല റൂമിൽ കട്ടിലിലൊക്കെ കിടക്കണമെന്ന് സച്ചി ചോദിക്കുക. താൻ അതിന് AC റൂമിലും കട്ടിലിലും ഒന്നും കിടന്നല്ലോ വളർന്നതെന്ന് രേവതി പറയുമ്പോൾ, അങ്ങനെ വളർന്നില്ലെങ്കിലും ആശിക്കാൻ പാടില്ലേ? അച്ഛൻ റൂം ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞതാ, അസുഖമൊക്കെ ഉള്ളതല്ലേ, അതാ വേണ്ടെന്ന് പറഞ്ഞത്. അച്ഛൻ അങ്ങനെയെങ്കിലും തോന്നി, ആ തോന്നൽ പോലും സുധിക്കില്ലാതെ പോയല്ലോ എന്നൊക്കെ സച്ചി വിഷമത്തോടെ പറയുന്നുണ്ട്. രേവതി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട്, സമാധാനമുള്ളവർക്ക് നന്നായി ഉറങ്ങാൻ പറ്റൂ. നിങ്ങൾ കൂടെയുള്ളപ്പോൾ എനിക്കത് കിട്ടുന്നുണ്ട്, അത് മതി. ഒരു ദിവസം നിങ്ങൾക്കും നല്ല കാലം വരും. നല്ല ജോലിയും പൈസയും ഒക്കെ ഉണ്ടാവും. സുധി കുറെ പഠിച്ചിട്ടുണ്ടെങ്കിലും നല്ല ജോലിയുണ്ടെങ്കിലും നിങ്ങളുടെ പണമല്ലേ ഈ വീടിന്റെ ചെലവിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങനെ തരം താഴ്ത്തി കാണേണ്ട ആവശ്യമൊന്നുമില്ല. കൈ നിറയെ കാശില്ലെങ്കിലും നല്ല മനസ്സാ നിങ്ങളുടേത് എന്നൊക്കെ രേവതി ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ സച്ചിക്കും സമാധാനമാവുന്നുണ്ടേ. രാവിലെ ആവുമ്പോൾ രേവതി ചന്ദ്രയ്ക്കും രവീന്ദ്രനും ചായ കൊണ്ടു കൊടുക്കുമ്പോൾ സുധിക്കും ശ്രുതിക്കും കൊടുത്തോന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും എണീറ്റിട്ടില്ലെന്ന് രേവതി പറയുമ്പോൾ, ഇത്ര സമയമായിട്ടും അവരെണീറ്റില്ലേ, കട നേരത്തെ തുറക്കേണ്ടതല്ലേ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അവൻ നേരത്തെ എണീറ്റിട്ടുണ്ടാവും, കുളിച്ച് റെഡിയായി ഇപ്പോഴിങ്ങെത്തും, നിങ്ങൾ നോക്കിക്കോ എന്ന് ചന്ദ്രയും പറയുന്നുണ്ട്. ശ്രുതി എണീറ്റ് കുളി കഴിഞ്ഞു വരുമ്പോഴും ശ്രുതി നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. ശ്രുതി വീണ്ടും അവനെ വിളിച്ചുണർത്തുമ്പോൾ, ഒരു 5 മിനിറ്റ് കൂടി ഉറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട്, ഇന്നുകൊണ്ടുള്ള ജോലിയല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി വീണ്ടും മൂടി പിതച്ചു കിടന്നുറങ്ങുക. ഇത് കേട്ട്, ജോലി ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, ഞാനും പാർലറിൽ നിന്നിട്ട് തന്നെയാ വർക്ക് ചെയ്യുന്നതെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. മുതലാളിയായാൽ AC റൂമിൽ ചെയറിലിരുന്നുള്ള സുഖമുള്ള ജോലിയാന്നാ വിചാരിച്ചത്. ഇതങ്ങനെയൊന്നുമല്ല. അന്ന് പിച്ച തേടാൻ പോയ സമയത്ത് ഫ്രണ്ടിനോടും സംസാരിച്ച് ചുമ്മാ അതങ്ങിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ ശ്രുതി ഓരോന്നോർത്ത് പറയുമ്പോഴേക്കും, നിങ്ങളിപ്പോഴും പിച്ച തെണ്ടുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിപ്പാണോ? നമുക്കിപ്പോൾ ഒരു കടയുണ്ട്, അത് സമയത്ത് തുറക്കണ്ടേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, 10 മണിക്കല്ലേ, അതുവരെ താൻ ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് ശ്രുതി വീണ്ടും ചുരുണ്ടുകൂടി കിടക്കുക. ശ്രീകാന്തും വർഷയും എണീറ്റ് വരുമ്പോഴേക്കും രേവതി അവർക്കും ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും സമയമായിട്ടും ശ്രുതി എണീറ്റില്ലെന്നറിഞ്ഞ ശ്രീകാന്തും വർഷയും അവരുടെ ജോലി സ്ഥലത്തൊക്കെ മുതലാളിമാർ 6 മണി 7 മണി ആവുമ്പോഴേക്കും വർക്ക് തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് പറയുന്ന കേട്ട്, അവനിന്ന് കട തുറക്കുമോന്ന് കണ്ടറിയണമെന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയോടായി പറയുമ്പോൾ ചന്ദ്രമതി അവരെ പോയി വിളിക്കുന്നുണ്ട്. പുറത്തേക്ക് വരുന്ന ശ്രുതി എഴുന്നേറ്റില്ലെന്നും ശരീരവേദനയാണെന്നും പറയുമ്പോൾ ചന്ദ്ര പോയി അവനെ വിളിച്ചുണർത്തുന്നുണ്ട്. കൊച്ചുങ്ങളെ വിളിച്ചുണർത്തണ പോലെ സ്നേഹത്തോടെ അവൻ്റെ അടുത്ത് ചെന്നിരുന്ന്, ഇന്ന് 2ാമത്തെ ദിവസമല്ലേ, കട തുറക്കേണ്ടേ എന്നൊക്കെ കൊഞ്ചിച്ച് ചോദിക്കണ കണ്ട്, അവനിപ്പോൾ LKG പഠിക്കണ കുട്ടിയല്ല, ഒരു കടയുടെ ഓണറാണെന്ന ബോധമില്ലെന്ന് ചന്ദ്രമതിയോടായി രവി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ശ്രുതി ദേഷ്യത്തോടെ അവനെ വിളിച്ച് എണിപ്പിക്കാനായി നോക്കുമ്പോഴേക്കും ചന്ദ്രമതി പിന്നെയും അവനെ കൊഞ്ചിച്ച് വിളിക്കണ കണ്ട് അവൻ ചന്ദ്രമതിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുറങ്ങുക. എന്താ ഇവിടെ ഒരു ബഹളമെന്ന് ചോദിച്ച് സച്ചി എഴുന്നേറ്റ് വന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇപ്പോഴും എഴുന്നേറ്റില്ലെന്നും കട തുറക്കാനുള്ളതല്ലേ എന്നും രേവതി പറയുമ്പോൾ സച്ചിയും ശ്രുതിയുടെ റൂമിലേക്കായി ചെല്ലുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവനെ താങ്ങി എണീപ്പിക്കാൻ നോക്കുന്ന അമ്മയെയും അമ്മയുടെ തോളിൽ തല വെച്ചുറങ്ങുന്ന ശ്രുതിയെയുമാണ്.
ഇത് കാണുന്ന സച്ചിയാണേൽ ഒരു ജഗ്ഗിൽ വെള്ളം എടുത്തോണ്ട് വന്ന് ഉറങ്ങിക്കിടക്കുന്ന സുധിയുടെ ദേഹത്തേക്ക് ഒഴിക്കുമ്പോൾ അവൻ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. സച്ചി ചെയ്ത അനീതിയെക്കുറിച്ച് ചന്ദ്ര രവിയോടായി പരാതിപ്പെടുമ്പോൾ നേരത്തെ കട തുറക്കേണ്ടതില്ലേ, ഇങ്ങനെ കിടന്നുറങ്ങാമോന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അവന്റെ കട അവൻ കാശു കൊടുത്ത് വാങ്ങിയത്, അത് തുറന്നില്ലേൽ നിനക്കെന്താ പ്രശ്നമെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അവൻ ബിസിനസ് ചെയ്ത് അച്ഛൻ്റെ കടം വീട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന് കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ട് കിടന്നുറങ്ങിക്കോ, ആരും ശല്യം ചെയ്യാൻ വരില്ലെന്നും പറഞ്ഞ് സച്ചി അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.